സുഹൃത്തുക്കളെ, നമ്മുടെ വളാഞ്ചേരി ടൗണിലെ വിഷു പ്രമാണിച്ച് ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ വളാഞ്ചേരി ടൗണിലെ തിരക്ക് സംബന്ധിച്ച് 2 ദിവസം നമ്മുടെ വയഡക്റ്റ് പാലം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് ആ വയഡക്റ്റ് പാലം കയറി പോവാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ കയറുന്നുള്ളത്. ഇതിപ്പോൾ നമ്മളെ വട്ടപ്പാറ വളവിന്റെ മുകളിലാണ്, മട്ടപ്പാറ മുകളിലാണ് ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് വയഡക്റ്റ് പാലത്തിന്റെ മേലേക്ക് എങ്ങനെ കയറാന്ന് നമുക്ക് നോക്കാം. വളാഞ്ചേരി ടൗണിലെ തിരക്ക് കുറക്കാൻ വേണ്ടിയാണ് നമ്മുടെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സാർമാരുടെ ഒരു നിർദ്ദേശമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഞാൻ വളാഞ്ചേരി സി ആണ്. വിഷുവിന്റെ തിരക്ക് അനുബന്ധിച്ച് മണിക്കൂറുകളാണ് വളാഞ്ചേരി ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആളുകൾ പെട്ടുകിടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് KNRCയുമായി നമ്മൾ സംസാരിച്ചു. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വട്ടപ്പാറ വഴി ഇടത് കയറി നേരെ വയഡക്റ്റ് മേൽപ്പാലം വഴി പൈങ്കണ്ണൂർ ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഗുരുവായൂർ, തൃശ്ശൂർ, എറണാകുളം, അതേപോലെ കുന്നംകുളം, എടപ്പാള്, കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ, കാറ്, മിനി വണ്ടികൾ, അതുപോലെ ബൈക്ക്, മറ്റുള്ള വാഹനങ്ങളൊക്കെ അതുവഴി വരികയാണെങ്കിൽ ഈ വരുന്ന 2-3 ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റു തിരക്കുകളിൽ നിന്നും വളാഞ്ചേരി ടൗണിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരിക്കും. ആളുകൾക്കും അത് ഉപകാരമായിരിക്കും. ഈ മെസ്സേജ് ഒന്ന് സൗകര്യം വിനിയോഗിക്കുക. വളാഞ്ചേരിയിലുള്ള ബ്ലോക്ക് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വളവ് ഇതാ ഇങ്ങനെ വളഞ്ഞ് ഈ പള്ളിയുടെ ചെറിയ പള്ളിയുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ KNRCയുടെ വണ്ടികളൊക്കെ ഇങ്ങനെ കാണാം. ഇതാണ് വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലേക്കുള്ള ആ റൂട്ട്. തൃശ്ശൂർ പോണ ആളുകളുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് വട്ടപ്പാറ മുകളിലെത്തി കഴിഞ്ഞിട്ട് KNRC മാന്ത്ര സ്ഥലം കാണാം. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് താഴേക്ക് വന്ന ഒരു ഹമ്പൊക്കെ ചാടി ഒരു ചെറിയ മസ്ജിദും പാലം നിങ്ങൾക്ക് കാണാം. ആ പാലത്തിൻ്റെ അവിടുന്ന് യൂട്ടേൺ അടിക്കുക. വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ആ കയറി വരുന്നത്. അവിടുന്ന് യൂട്ടേൺ അടിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. നേരെ പാലത്തിന് മുകളിലേക്ക് കയറിയാൽ നേരെ സ്ട്രെയിറ്റ് പോണത് ഓണിയപ്പാലം എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ തൃശ്ശൂർ കുറ്റിപ്പുറം ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് നല്ല എളുപ്പമാണ്. വളാഞ്ചേരി തിരക്ക് കൂടാതെ ബ്ലോക്കിൽ പെടാതെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ വയഡക്റ്റ് പാലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, സ്ട്രെയിറ്റ് പോവാം. അപ്പോൾ വയഡക്റ്റ് പാലം നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മളുടെ കേരളത്തിലെ ഏറ്റവും വലിയ പാലം കേട്ടോ, നമ്മളെ വളാഞ്ചേരി വട്ടപ്പാറ പാലം. അപ്പോൾ തൃശ്ശൂർ പോകുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഇതിൽ കൂടെ കയറി പോയിക്കോളി. നിങ്ങൾക്ക് വളാഞ്ചേരി ബ്ലോക്കില്ലാതെ എത്തിപ്പെടാം. എന്താ പറയണ്ടേ? അത് സൗണ്ട് നമുക്ക് ചേച്ചി പറഞ്ഞാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരുമ്പോ പറയാ ബാക്കി. പാലട്ടാ ഓണിയപ്പാലത്തെ കുറ്റിപ്പുറത്തുനിന്ന് വരുന്നവർക്ക് ഓണിയപ്പാലത്തിന്റെ അവിടുന്ന് ഈ സൈഡിൽ കൂടെ ഉള്ള ഈ റോഡിനാണ് കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ വയഡക്റ്റ് പാലത്തിന്റെ മുകളിലേക്കാട്ടോ കയറുന്നത്. വളാഞ്ചേരി ടച്ച് ചെയ്യാതെ നമുക്ക് വയഡക്റ്റ് പാലത്തിൽ കയറി കഴിഞ്ഞാൽ വളാഞ്ചേരിത്തെ ബ്ലോക്ക് ഒഴിവായി. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലേക്ക് പോണ ആളുകൾ, കോഴിക്കോട് റൂട്ടിൽ പോണ ആളുകൾക്ക് ഇത് ഉപയോഗപ്പെടുത്താട്ടോ.
ഇപ്പൊ ഏകദേശം പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു പോവുക. നല്ല ഭംഗിയായിട്ടുള്ള വയഡക്റ്റ്, നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ പാലം എന്നുള്ള നമ്മളെ വയഡക്റ്റ് പാലം, വട്ടപ്പാറ വളവിലെ പാലം. എന്തായാലും ഒന്ന് കണ്ടു നോക്കി ദൃശ്യങ്ങൾ, അടിപൊളിയാണ്. വട്ടപ്പാറ വയഡക്റ്റ് പാലല്ലേ, വയഡക്റ്റ് പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പാടം തൂർത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് കെട്ടി പൊന്തിച്ച് ഉണ്ടാക്കിയേട്ടാ. അപ്പോൾ അവിടെ വേറൊരു സംഗതി കാണാണ്ട്, ഒരു നെറ്റിൻ്റെ ഉള്ളിൽ ചകിരിയുടെ ചോറ തോന്നുന്നുണ്ട്, ഒരു ചാക്ക് മോഡൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനുള്ള ഒരു സംവിധാനമാണിത് കണ്ടിട്ട്. അതിൽ എന്താരോ നല്ല ഒരു പുല്ല് നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുല്ല് വലുതായി ഇതിൻ്റെ പന്തലിച്ച് നിൽക്കും. അപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മണ്ണ് ഒലിച്ചു പോകില്ല എന്നുള്ള ഒരു സംഭവം ആയിരിക്കാം. ഇത് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. കുറേ ആ സൈഡിലും ഇതേപോലെ പുല്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ ഇത് ഈ ഭാഗത്ത് മാത്രമാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഞങ്ങളെ വടക്കുമുറി കാട്ടിപ്പരുത്തി പാടത്തിൻ്റെ ഒക്കെ ദൃശ്യങ്ങളുണ്ട്. നല്ല ഭംഗിയാണ് ഈ പാടത്തു കൂടെ ഉള്ള ഈ റൈഡിങ്, അടിപൊളിയായിക്കാരം. എന്തായാലും പണികളൊക്കെ പൂർത്തീകരിച്ച് വരുന്നുള്ളൂ. സംഭവം ഇതൊക്കെ ഭയങ്കര ഗാർഡൊക്കെ, സേഫ്റ്റി ഗാർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ കിടന്ന്. അപ്പോൾ നമുക്കൊന്നും ഇങ്ങനെ പോയി വെക്കാം. ഇപ്പൊ പാലത്തിന്റെ മുകളിൽ ഇപ്പോ തിരക്കില്ല കേട്ടോ. ഇതിപ്പോ താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. 2 ദിവസത്തെ ഓപ്പണിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വീണ്ടും ക്ലോസ് ചെയ്യും, കാരണം ഇവിടെ പണി പൂർത്തീകരിക്കാണ്ട് ഒരുപാട്. അപ്പോൾ താൽക്കാലികമായി തുറന്നത് നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉപയോഗിക്കുക. വളാഞ്ചേരത്തെ തിരക്ക് നമുക്ക് കുറക്കാൻ സാധിക്കും. വീഡിയോ എടുക്കണൊക്കെ ഡിഗ്രി ചെയ്തിട്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡൊക്കെ ഇടയ്ക്ക് ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ. ആ കട്ടിങ്ങിൽ കയറിയിട്ടൊക്കെ പോരേണ്ടി വരും. എന്താ വെച്ചാൽ പണി നടക്കണ കാരണം ചില ഭാഗത്ത് റോഡ് ക്ലോസ് ആണ്, എന്നാലും ഇതിലൂടെ പോവാം. അപ്പൊ നമ്മള് കുറ്റിപ്പുറത്ത് നിന്ന് വരാതെങ്കിൽ നമ്മുടെ വയഡക്റ്റ് പാലിത ഇവിടെ അവസാനിക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ അവസാനിക്കുക. ഇവിടെ അവസാനിക്കാറിഞ്ഞ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് വരുന്നവര് ഈ ഒരു ഭാഗത്ത് എത്തിയ കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് യൂട്ടേൺ അടിച്ച് ഇറങ്ങണം കേട്ടോ. ഇവിടെ ഇങ്ങനെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് തിരിയണം. സൂമിങ് ഒക്കെ ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വട്ടപ്പാറ പഴയ റോഡ് നിങ്ങൾ കാണാം. ഈ പഴയ റോഡിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റിക്ക് കട്ട് ചെയ്യണം. റൈറ്റിക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് നേരെ കോഴിക്കോട് റോഡിലേക്ക് ചാടി ഇനി നേരെ പോവാം. കോഴിക്കോട് പോകേണ്ടവർക്ക് നേരെ പോവാം. 2 ദിവസത്തെ ഓപ്പണിംഗ് ഉള്ളൂ. ആവശ്യമുള്ളവർ വിനിയോഗപ്പെടുത്തുക. വളാഞ്ചേരത്തെ ബ്ലോക്ക് ഒഴിവാക്കി തരാം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.